വെറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിക്സ് കേരള പി എസ് സി സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതോടെ നമ്മൾ കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഗ്ലോക്കോമ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്പ്ലാഷ്ഡ് ടൊമാറ്റോ അപ്പിയറൻസ് ഓഫ് റെറ്റിന ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ CRAO, B CRVO, C Eales disease, D sickle cell retinopathy. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി CRVO ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോമോണിമസ് ഹെമിയനോപ്പിയ വിത്ത് സ്പെയറിംഗ് ഓഫ് പ്യൂപ്പിലറി റിഫ്ലക്സസ് ഈസ് എ ഫീച്ചർ ഓഫ് ലീഷൻസ് ഓഫ് ഓപ്ഷൻസ് എ ഒപ്റ്റിക് റേഡിയേഷൻസ്, ബി വിഷ്വൽ കോർട്ടെക്സ്, സി ജെനിക്കുലേറ്റ് ബോഡി, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. ഒപ്റ്റിക് റേഡിയേഷൻസ്, വിഷ്വൽ കോർട്ടെക്സ്, ജെനിക്കുലേറ്റ് ബോഡി, അതുപോലെ ഒപ്റ്റിക് ട്രാക്ട്, ഇവിടെയൊക്കെ ലീഷൻസ് വന്നാലും അത് ഹോമോണിമസ് ഹെമിയനോപ്പിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ ഹോമോണിമസ് ഹെമിയനോപ്പിയ വിത്ത് യൂഷ്വലി സ്പെയറിംഗ് ഓഫ് ദ മാക്യുല ഈസ് സീൻ ഇൻ ലീഷൻസ് ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷ്വൽ കോർട്ടെക്സ് മാത്രമായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മർക്കസ് ഗൺ പ്യൂപ്പിൾ ഈസ് എ ഫീച്ചർ ഓഫ് ഓപ്ഷൻസ് എ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, ബി പാപ്പലോ എഡിമ, സി സീലിയറി ഗാംഗ്ലിയോൺ ലീഷൻസ്, ഡി ലീഷൻസ് ഓഫ് എഡിഞ്ചർ വെസ്റ്റഫാൾ ന്യൂക്ലിയസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ ഫോർ ആഡീസ് ടോണിക് പീപ്പിൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ലൈറ്റ് റിഫ്ലക്സ് ഈസ് പ്രസൻറ്റ്, ബി നിയർ റിഫ്ലക്സ് ഈസ് വെരി സ്ലോ ആൻഡ് ടോണിക്, സി ഇറ്റ് ഈസ് യൂഷ്വലി യൂണിലാറ്ററൽ, ഡി ദ അഫക്റ്റഡ് പീപ്പിൾ ഈസ് ലാർജ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ലൈറ്റ് റിഫ്ലക്സ് ഈസ് പ്രസൻറ്റ് എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ആഡീസ് ടോണിക് പീപ്പിളിൽ ലൈറ്റ് റിഫ്ലക്സ് ആബ്സെൻ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഇൻകറക്റ്റ് ഓഫ് പാപ്പലോ എഡിമ ഓപ്ഷൻസ് എ ഡിസ്ക് എഡിമ, ബി ട്രാൻസിൻ ബ്ലറിംഗ് ഓഫ് വിഷൻ, സി സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ, ഡി വാസ്കുലർ എൻക്രോച്ച്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മളുടെ പാപ്പലോ എഡിമയിൽ ട്രാൻസിൻ്റ് ആയിട്ടുള്ള ബ്ലറിംഗ് ഓഫ് വിഷനാണ് ഉണ്ടാവുക, സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ അല്ല. ബാക്കി ഡിസ്ക് എഡിമ, വാസ്കുലർ എൻക്രോച്ച്മെൻറ്റ് എല്ലാം കറക്റ്റാണ്. Next question. Optic neuritis is characterized by all of the following except options A strongly associated with a demyelinating disease, B subacute unilateral vision loss, C pain is exacerbated by ocular movements, D optic disc is always abnormal in the acute stage. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒപ്റ്റിക് ഡിസ്ക് ഈസ് ഓൾവേസ് അബ്നോർമൽ ഇൻ ദി അക്യൂട്ട് സ്റ്റേജ് എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഒപ്റ്റിക് ന്യൂറൈറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ പാപ്പിലൈറ്റീസും റിട്രോ ബൾബാർ ന്യൂറൈറ്റീസും ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ഡീമൈലിനേറ്റിംഗ് ഡിസീസ്, സബ് അക്യൂട്ട് യൂണിലാറ്ററൽ വിഷൻ ലോസ്, പെയിൻ ഈസ് എക്സാർബേറ്റഡ് ബൈ ഒക്കുലർ മൂവ്മെൻറ്റ്സ് അതെല്ലാം കറക്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഒപ്റ്റിക് ന്യൂറൈറ്റീസിൻ്റെ ഇയർലിയസ്റ്റ് സൈനായിട്ട് പറയുന്നത് റിലേറ്റീവ് അഫറൻറ്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ് ആണ്. RAPD അഥവാ റിലേറ്റീവ് അഫറൻറ്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ് ആണ് ഇയർലിയസ്റ്റ് സൈനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റൈ ഈസ് ആൻ അക്യൂട്ട് സുപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ഓഫ് ഓപ്ഷൻസ് എ ഗ്ലാൻസ് ഓഫ് സീസ്, ബി ഗ്ലാൻസ് ഓഫ് മോൾ, സി മെയ്ബോമിൻ ഗ്ലാൻഡ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗ്ലാൻസ് ഓഫ് സീസ് ആണ്. പക്ഷേ ഗ്ലാൻസ് ഓഫ് മോളും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ബോത്ത് എ ആൻഡ് ബി ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ടൈനെയാണ് നമ്മൾ ഓഡിയോളം എക്സ്റ്റേൺ എന്നും പറയുന്നത്. അതും കൂടെ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ അക്യൂട്ട് സുപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ഓഫ് മെയ്ബോമിൻ ഗ്ലാൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ആൻസർ ഓഡിയോളം ഇൻറ്റേൺ ആണ് വരിക. ഓഡിയോളം ഇൻറ്റേണം. ഈ ഓഡിയോളം ഇൻറ്റേണം എന്ന് പറയുന്നത് ഭയങ്കര പെയിൻ ആയിരിക്കും. സ്റ്റൈ അഥവാ ഓഡിയോളം എക്സ്റ്റേണത്തിൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ലിഡ് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ മോർ ഇൻറ്റൻസ് പെയിൻ ആയിരിക്കും ഓഡിയോളം ഇൻറ്റേണത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് മോസ്റ്റ് പെയിൻഫുൾ ഈസ് ഓപ്ഷൻസ് എ സ്റ്റൈ, ബി ഓഡിയോളം ഇൻറ്റേണം, സി അൾസറേറ്റീവ് ബ്ലിഫറൈറ്റിസ്, ഡി ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻഡ് ഓഫ് മോൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഓഡിയോളം ഇൻറ്റേണോ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു മോസ്റ്റ് പെയിൻഫുൾ കണ്ടീഷൻസ് ഇതിൽ ഓഡിയോളം ഇൻറ്റേണോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്യൂഡോ ട്രെക്കിയാസിസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ എൻട്രോപ്പിയോൺ, ബി എക്ട്രോപ്പിയോൺ, സി ഡിസ്റ്റിക്കിയാസിസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൻട്രോപ്പിയോൺ ആണ്. ട്രെക്കിയാസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻവേർഡ് മിസ്ഡയറക്ഷൻ ഓഫ് ഐലാഷസ് വിത്ത് നോർമൽ പൊസിഷൻ ഓഫ് ലിഡ് മാർജിൻ ആണ് നമ്മൾ ട്രിക്കിയാസിസ് എന്ന് പറയുക. അപ്പോൾ സ്യൂഡോ ട്രിക്കിയാസിസ് എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അങ്ങനെ മിസ്ഡയറക്റ്റഡ് അല്ല, പക്ഷെ അതുപോലെ തോന്നും. അത് ഏത് കണ്ടീഷനിലാണ്? എൻട്രോപ്പിയോണിലാണ്. എൻട്രോപ്പിയോൺ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവേർഡ് ടേണിംഗ് ഓഫ് ലിഡ് മാർജിൻ ആണ് എൻട്രോപ്പിയോൺ എന്ന് പറയുന്നത്. എക്ട്രോപ്പിയോൺ ആണെങ്കിലോ ഔട്ട്വേർഡ് ടേണിംഗ് ഓഫ്
ലിഡ് മാർജിൻ. ഇനി ഡിസ്റ്റിക്കിയാസിസ് എന്താണ്? ആൻ എക്സ്ട്രാ റോ ഓഫ് സീലിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്റ്റിക്കിയാസിസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിയോസിസ്. ഓപ്ഷൻസ് എ ഡബിൾ റോ ഓഫ് ലാഷസ്, ബി മൾട്ടിപ്പിൾ റോ ഓഫ് ലാഷസ്, സി വൈഡനിങ് ഓഫ് ലാഷസ്, ഡി ആബ്സെൻസ് ഓഫ് ലാഷസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൈഡനിങ് ഓഫ് ലാഷസിനെയാണ് നമ്മൾ പോളിയോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവേർട്ട് ടേണിംഗ് ഓഫ് ലിഡ് മാർജിൻ. ഓപ്ഷൻസ് എ എൻട്രോപ്പിയോൺ, ബി എക്ട്രോപ്പിയോൺ, സി ട്രിഗിയാസിസ്, ഡി ടോസിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ എൻട്രോപ്പിയോൺ ആണ് ഇൻവേർട്ട് ടേണിംഗ് ഓഫ് ലിഡ് മാർജിൻ. ഇതിൽ എക്ട്രോപ്പിയോൺ നമ്മൾ പറഞ്ഞു, ട്രിഗിയാസിസ് നമ്മൾ പറഞ്ഞു. ഈ ടോസിസ് എന്താണ്? ഡ്രൂപ്പിംഗ് ഓഫ് അപ്പർ ലിഡ് മോർ ദാൻ ദ നോർമൽ ലെവലിനേക്കാൾ അപ്പർ ലിഡ് ഡ്രോപ്പ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളതിനെ ടോസിസ് എന്ന് പറയുക. 2 millimeter ആണ് നമ്മളെ നോർമൽ ലെവൽ, അതിനേക്കാൾ വരുമ്പോൾ ടോസിസ് ആയിട്ട് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻട്രോപ്പിയോൺ ടൈപ്പ് ഈസ് യൂഷ്വലി എ ടെമ്പററി കണ്ടീഷൻ? ഓപ്ഷൻസ് എ സെനൈൽ, ബി മെക്കാനിക്കൽ, സി സൈക്കാട്രിക്കൽ, ഡി അക്യൂട്ട് സ്പാസ്റ്റിക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അക്യൂട്ട് സ്പാസ്റ്റിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെനൈൽ ടോസിസ്. ഓപ്ഷൻസ് എ ന്യൂറോജനിക്, ബി മയോജനിക്, സി അപ്പോന്യൂറോട്ടിക്, ഡി മെക്കാനിക്കൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അപ്പോന്യൂറോട്ടിക് ആണ്. സെനൈൽ ടോസിസ് എന്ന് പറയുന്നത് അപ്പോന്യൂറോട്ടിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈലോസിസ് റെഫേഴ്സ് ടു. ഓപ്ഷൻസ് എ ഹൈപ്പർട്രോഫി ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്, ബി ഇൻവേർഷൻ ഓഫ് ഐലിഡ്, സി സെനൈൽ ഇവേർഷൻ ഓഫ് ഐലിഡ്, ഡി ഡിസ്റ്റോർഷൻ ഓഫ് സീലിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈപ്പർട്രോഫി ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡിനെയാണ് നമ്മൾ ടൈലോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമണസ്റ്റ് ഫംഗൽ ലീഷൻ ഓഫ് ദ ഐലിഡ് ഈസ്. ഓപ്ഷൻസ് എ കാൻഡിഡ, ബി ആസ്പെർഗിലോസിസ്, സി അപ്പോറോത്രിക്സ്, ഡി നൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാൻഡിഡ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാസനല്ല സെർവറ്റ് ഓപ്പറേഷൻ ഈസ് സ്പെസിഫിക്കലി ഇൻഡിക്കേറ്റഡ് ഇൻ. ഓപ്ഷൻസ് എ കൺജനൈറ്റൽ ടോസിസ്, ബി സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ടോസിസ്, സി മയസ്റ്റീനിയ ഗ്രാവിസ്, ഡി ഹോണേഴ്സ് സിൻഡ്രോം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹോണേഴ്സ് സിൻഡ്രോം ആണ്. പക്ഷേ കൺജനൈറ്റൽ ടോസിസിൻ്റെ കേസിലും നമ്മൾ ഫാസനല്ല സെർവറ്റ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോണേഴ്സ് സിൻഡ്രോം ആണ് കൂടുതൽ സ്ഥലങ്ങളിലും ആൻസറായിട്ട് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂഷൻ ഓഫ് പാൽപ്പബിൾ ആൻഡ് ബൾബ കൺജൻറ്റൈവ. ഓപ്ഷൻസ് എ സിംപ്ലിഫറോൺ, ബി ട്രിക്കിയാസിസ്, സി എക്ട്രോപ്പിയോൺ, ഡി ടൈലോസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സിംപ്ലിഫറോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിപ്പോഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ഈസ് സീൻ ഇൻ. ഓപ്ഷൻസ് എ ഫംഗൽ ഇൻഫെക്ഷൻ, ബി ട്യൂബർക്കുലോസിസ്, സി ചലാസിയോൺ, ഡി വൈറൽ ഇൻഫെക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചലാസിയോൺ ആണ്. ചലാസിയോൺ എന്ന് പറയുന്നത് ചലാസിയോൺ ഈസ് എ ക്രോണിക് നോൺ ഇൻഫെക്റ്റീവ് നോൺ സൂപ്പറേറ്റീവ് ലിപ്പോഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ മെയ്ബോമിയൻ ഗ്ലാൻഡ് വിത്ത് ബ്ലോക്കേജ് ഓഫ് ഡക്റ്റ് ആൻഡ് കളക്ഷൻ ഓഫ് സെബേഷ്യസ് മെറ്റീരിയൽ. നമ്മൾ ഇൻറ്റേർണൽ ഓഡിയോളും എക്സ്റ്റേണൽ ഓഡിയോളും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും സുപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ആണ്. എന്നാൽ ചലാസിയോൺ എന്ന് പറയുന്നത് സുപ്പറേറ്റീവ് അല്ല, നോൺ സുപ്പറേറ്റീവ് ആണ്, ക്രോണിക് ആണ്. ഈ കാര്യങ്ങൾ കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഡൻഡ് റൂട്ട് ഓഫ് നോസ് വിത്ത് നോർമൽ ഇന്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ ടെലിക്കാന്തസ്, ബി ഡിസ്റ്റിക്കിയാസിസ്, സി ചലാസിയോൺ, ഡി ട്രിക്കിയാസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ടെലിക്കാന്തസ് ആണ്. വൈഡൻഡ് റൂട്ട് ഓഫ് നോസ് വിത്ത് നോർമൽ ഇന്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് സീക്ക റെഫേഴ്സ് ടു. ഓപ്ഷൻസ് എ അക്വസ് ടിയർ ഡെഫിഷ്യൻസി ഡ്രൈ ഐ, ബി മ്യൂസിൻ ഡെഫിഷ്യൻസി ഡ്രൈ ഐ, സി ലിപ്പിഡ് ഡെഫിഷ്യൻസി ഡ്രൈ ഐ, ഡി ഓൾ ടൈപ്സ് ഓഫ് ഡ്രൈ ഐ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അക്വസ് ടിയർ ഡെഫിഷ്യൻസി ഡ്രൈ ഐനെയാണ് നമ്മൾ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് സീക്ക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് ജോഗ്രൻ സിൻഡ്രോം എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ഇറ്റ് ഈസ് എൻ ഓട്ടോഇമ്യൂൺ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ബി typically occurs in women after menopause, C in primary Sjogren syndrome, keratoconjunctivitis sicca is associated with rheumatoid arthritis, D in secondary Sjogren syndrome, dry eye or xerostomia is associated with rheumatoid arthritis. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ്. ഈ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതിൽ പ്രൈമറി ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിൽ ഡ്രൈ മൗത്ത് സീറോസ്റ്റോമിയയും അതുപോലെ കെരാറ്റോകൺജക്റ്റിവിറ്റിസ് സീക്കയെ വരുന്നുള്ളൂ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്നില്ല. സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോം ആണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഫ്ലൂറസിൻ ഡൈ ഡിസപ്പിയറൻസ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാട്ടറിംഗ് ഐ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ് എ അറ്റോപ്പി ഓഫ് ദ സാക്ക്,
ബി മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദി ലാക്രിമൽ പാസേജസ്, സി ബോത്ത് ഓഫ് ദ എബോ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദ എബോ ആണ്. അറ്റോണി ഓഫ് സാക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാക്രിമൽ പമ്പ് ഫെയിലിയറിനെയാണ്. അതുപോലെ മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇൻ ദി ലാക്രിമൽ പാസേജ്, ഇവ രണ്ടും നമ്മളുടെ എപ്പിഫോറ അഥവാ വാട്ടറിങ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ഡ്രെയിനേജ് ഓഫ് ടിയേഴ്സ്, ഇതിൻ്റെ രണ്ട് കോസസ് ആണ് ബ്ലോക്കേജ് ഓഫ് ലാക്രിമൽ പാസേജും അതുപോലെ തന്നെ ലാക്രിമൽ പമ്പ് ഫെയിലിയറും. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഫ്ലൂറസിൻ ഡൈ ഡിസപ്പിയറൻസ് ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് കൺജനൈറ്റൽ ബ്ലോക്കേജ് ഇൻ ദി നാസോ ലാക്രിമൽ ഡക്ട് ഈസ്. ഓപ്ഷൻസ് എ അറ്റ് ദി അപ്പർ എൻഡ്, ബി ഇൻ ദി മിഡിൽ, സി അറ്റ് ദി ലോവർ എൻഡ്, ഡി വോൾ ഓഫ് ദി ഡക്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അറ്റ് ദി ലോവർ എൻഡ് ആണ്. ഇനി ഇതേ മോഡലിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഇൻ ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ് ഇൻ അഡൾട്ട്സ് ഈസ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ അറ്റ് ദി അപ്പർ എൻഡ് ഓഫ് ദ നാസോലാക്രിമൽ ഡക്റ്റ് ആണ് വരിക. അതായത് ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ് അഡൾട്ട്സിൽ ഉണ്ടാക്കുന്ന ഒബ്സ്ട്രക്ഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് നാസോലാക്രിമൽ ഡക്റ്റിൻ്റെ അപ്പർ എൻഡിലാണ്. പക്ഷേ നമുക്ക് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് കൺജനിറ്റൽ ബ്ലോക്കേജ് ഇൻ ദി നാസോലാക്രിമൽ ഡക്റ്റ് എന്ന് ചോദിച്ചാൽ ലോവർ എൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് നാസോലാക്രിമൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ. ഓപ്ഷൻസ് എ സിറിഞ്ചിങ്, ബി പ്രോബിങ്, സി ഡി സി ആർ, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ആണ്. നാസോലാക്രിമൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് സിറിഞ്ചിങ്, പ്രോബിങ്, ഡി സി ആർ, അതുപോലെ ഡാക്രിസിസ്റ്റിക്ടമി, പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ. ഡി സി ആർ എന്ന് വെച്ചാൽ ഡാക്രിയോ സിസ്റ്റോ റൈനോട്ടമി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടീഷൻസ് കോസിങ് ഇവാപ്പറേറ്റീവ് ഡ്രൈ ഐ ആർ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ കെമിക്കൽ ബേൺസ്, ബി ലാഗ് ഓഫ് താൽമോസ്, സി എക്ട്രോപ്പിയോൺ, ഡി ചെലാസിയോൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ചെലാസിയോൺ ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസ് കാരണവും ഇവാപ്പറേറ്റീവ് ഡ്രൈ ഐ ഉണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാക്രോസിസ്റ്റൈറ്റിസ് ഈസ്. ഓപ്ഷൻസ് എ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാക്രിമൽ സാക്ക്, ബി ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാക്രിമൽ ഗ്ലാൻഡ്, സി ഇൻഫ്ലമേഷൻ ഓഫ് ഐലിഡ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാക്രിമൽ സാക്കിനെയാണ് നമ്മൾ ഡാക്രോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാക്രിമൽ ഗ്ലാൻഡിനെ നമ്മൾ പറയുന്നതാണ് ഡാക്രിയോ അഡിനൈറ്റിസ്. ഡാക്രിയോ അഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് താൽമോസ് റെഫേഴ്സ് ടു. ഓപ്ഷൻസ് എ പ്രോപ്റ്റോസിസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേവ്സ് ഡിസീസ്, ബി ടോസിസ് associated with the Graves disease, C patients with a cerebral abscess, D none of these. Then the answer ഓപ്ഷൻ എ ആണ്. പ്രോപ്റ്റോസിസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേവ്സ് ഡിസീസ് ആണ് എക്സോഫ്താൽമോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ് ഓഫ് സ്യൂഡോ പ്രോപ്റ്റോസിസ്. ഓപ്ഷൻസ് എ ബഫ്താൽമോസ്, ബി ആക്സൽ ഹൈ മയോപ്പിയ, സി ഇനോഫ്താൽമോസ് ഇൻ ഓപ്പോസിറ്റ് ഐ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഈ ബഫ്താൽമോസ്, ആക്സൽ ഹൈ മയോപ്പിയ, ഇനോഫ്താൽമോസ് ഇൻ ഓപ്പോസിറ്റ് ഐ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോപ്റ്റോസിസ് പോലെയും തോന്നിക്കും, പക്ഷെ അവിടെ പ്രോപ്റ്റോസിസ് ഉണ്ടാവില്ല. ഈ പ്രോപ്റ്റോസിസിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? പ്രോപ്റ്റോസിസ് റെഫേഴ്സ് ടു ബൾഗിങ് ഓഫ് ദ ഐബോൾ, ഫോർവേഡ് പ്രൊട്രൂഷൻ ബിയോണ്ട് ദ ഓർബിറ്റൽ മാർജിൻസ്. ആ ഒരു പ്രൊട്രൂഷൻ ഒരു 18 മില്ലിമീറ്ററിലൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ എക്സോഫ്താൽമോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് യൂണിലാറ്ററൽ പ്രോപ്റ്റോസിസ് ഇൻ ചിൽഡ്രൻ. ഓപ്ഷൻസ് എ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ബി തൈറോയ്ഡ് ഓഫ്താൽമോപ്പതി, സി ക്ലോറോമ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് യൂണിലാറ്ററൽ പ്രോപ്റ്റോസിസ് ഇൻ ചിൽഡ്രൻ. ഇനി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബൈലാറ്ററൽ പ്രോപ്റ്റോസിസ് ഇൻ ചിൽഡ്രൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ക്ലോറോമയാണ് വരിക, ക്ലോറോമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് യൂണിലാറ്ററൽ പ്രോപ്റ്റോസിസ് ഇൻ അഡൾട്ട്സ്. ഓപ്ഷൻസ് എ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ബി ക്ലോറോമ, സി തൈറോയ്ഡ് ഓഫ്താൽമോപ്പതി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തൈറോയ്ഡ് ഓഫ്താൽമോപ്പതി ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് യൂണിലാറ്ററൽ പ്രോപ്റ്റോസിസ് എന്ന് ചോദിച്ചാലും ബൈലാറ്ററൽ പ്രോപ്റ്റോസിസ് എന്ന് ചോദിച്ചാലും അഡൾട്ട്സിൻ്റെ കേസിൽ അത് തൈറോയ്ഡ് ഓഫ്താൽമോപ്പതി തന്നെയാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഐബോൾ. ഓപ്ഷൻസ് എ ഇനോഫ്താൽമോസ്, ബി എക്സോഫ്താൽമോസ്, സി എൻട്രോപ്പിയോൺ, ഡി എക്ട്രോപ്പിയോൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഇനോഫ്താൽമോസ് ആണ് ഇൻവേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഐബോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫാറ്റ് ആൻഡ് സെല്ലുലാർ ടിഷ്യൂസ് ഓഫ് ദ ഓർബിറ്റ്. ഓപ്ഷൻസ് എ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ബി പ്രീസെപ്റ്റൽ സെല്ലുലൈറ്റിസ്, സി റെറ്റിനോബ്ലാസ്റ്റോമ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ആണ് സുപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫാറ്റ് ആൻഡ് സെല്ലുലാർ ടിഷ്യൂസ് ഓഫ് ദ ഓർബിറ്റ്.
Next question. Orbital blowout fractures mainly involve options A. Orbital floor and medial wall, B. Orbital floor and lateral wall, C. Medial wall and lateral wall, D. None of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓർബിറ്റൽ ഫ്ലോർ ആൻഡ് മീഡിയൽ വോൾ ആണ് ബ്ലോ ഔട്ട് ഫ്രാക്ചേഴ്സിൽ മെയിൻലി ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ബ്ലോ ഔട്ട് ഫ്രാക്ചേഴ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഇറഗുലാരിറ്റി ഓഫ് ദ ഓർബിറ്റൽ ഫ്ലോർ, ഡിപ്രഷൻ ഓഫ് ബോണി ഫ്രാഗ്മെൻറ്റ്സ്, പ്രോപ്റ്റോസിസ്, ഡിപ്ലോപ്പിയ. ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത് മസിൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. അത് നമുക്ക് ഫോഴ്സ് റിഡക്ഷൻ ടെസ്റ്റൊക്കെ വെച്ച് കൺഫേം ചെയ്യാം. ആൻഡ് ഹാങ്ങിങ് ഡ്രോപ്പ് ഒപ്പാസിറ്റി. ഹാങ്ങിങ് ഡ്രോപ്പ് ഒപ്പാസിറ്റി ഓഫ് ദി സുപ്പീരിയർ മാക്സിലറി ആൻഡ്രം ഫ്രം ഓർബിറ്റൽ കണ്ടൻസ് സെറനേഡിയൻ ത്രൂ ദി ഫ്ലോർ. അതായത് നമ്മുടെ സുപ്പീരിയർ മാക്സിലറി ആൻഡ്രത്തിൽ എന്തുണ്ടാവും? ഒരു ഡ്രോപ്പ് ഒപ്പാസിറ്റി, ഹാങ്ങിങ് ഡ്രോപ്പ് ഒപ്പാസിറ്റി ഉണ്ടാവും. അവിടെ നിന്നും ഓർബിറ്റൽ കണ്ടൻസ് ഓർബിറ്റൽ ഫ്ലോറിലൂടെ പുറത്തേക്ക് പോകും. ഇതിനെയാണ് ടിയർ ഡ്രോപ്പ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബ്ലോ ഔട്ട് ഫ്രാക്ചേഴ്സിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോമൺ ഒക്കുലാർ മോട്ടിലിറ്റി ഡിഫക്റ്റ് നോട്ടഡ് ഇൻ ഒക്കുലാർ ഗ്രേവ്സ് ഡിസീസ് ഈസ് ഡ്യൂ ടു ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എ. ഇൻഫീരിയർ റെക്ടസ്, ബി. മീഡിയൽ റെക്ടസ്, സി. സുപ്പീരിയർ ഒബ്ലിക്, ഡി. ഇൻഫീരിയർ ഒബ്ലിക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇൻഫീരിയർ റെക്ടസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most common cause of intermittent exophthalmosis. Options A. Orbital varices, B. Cavernous hemangioma, C. Lymphangioma, D. None. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓർബിറ്റൽ വാരിസസ് ആണ് ഇൻ്റർമീഡിയറ്റ് എക്സോഫ്താൽമോസിനുള്ള ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ ഡിസീസസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ഇത് ഏറ്റവും മിനിമം ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? റെഫർ ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ ഗ്ലോക്കോമയുടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 ക്ലാസ്സിനുള്ളിൽ ഗ്ലോക്കോമ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയും കൂടെ. അപ്പോൾ അതോടെ നമ്മളെ ടോപ്പിക്സ് ഒക്കെ കവർ ആവും. അപ്പോൾ എല്ലാവരും മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പഠിത്തം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക്